അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഏർവാടിയും ചരിത്രവുമായാണ് വന്നിട്ടുള്ളത്. ഏർവാടിയിലെ ചരിത്രം ആരും ഇതുവരെ കേൾക്കാത്ത ചരിത്രം. മഹാൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാം തലമുറയിൽപ്പെട്ട മകനാണ്. ഒരു ദിവസം ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ ഉറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കിരീടവും വാളും കൊടുത്തു പറഞ്ഞു, മകനെ, ഹിന്ദ് അതായത് ഇന്ത്യ രാജ്യത്ത് വളരെയധികം അക്രമവും അനാചാരവും ശിർക്കും എല്ലാം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ തൗഹീദിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു മുത്തുനബി സ്വപ്നത്തിൽ ഇത് കൊടുത്തിട്ട് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ എഴുന്നേറ്റപ്പോഴേക്കും ഉപ്പാപ്പാൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത കിരീടവും വാളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വപ്നപ്രകാരം കുടുംബങ്ങളെയും തൗഹീദിലേക്ക് നയിക്കാൻ കുറച്ച് കുടുംബത്തിലുള്ള ആളുകളെയും കൂട്ടി ഇന്ത്യയിലേക്ക് കപ്പലിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ആദ്യം കണ്ണൂരാണ് എത്തിയതും എന്നും പറയുന്നു. അവിടുന്ന് തമിഴ്നാട്ടിൽ ഏർവാടി എന്ന സ്ഥലത്ത് പോവുകയും അവിടുന്ന് തൗഹീദിൻ്റെ വെളിച്ചം എത്തിക്കുകയും ഒരുപാട് പേർ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുടെ കീഴിൽ ഇസ്ലാം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ കുറച്ച് പേർ വിശ്വസിക്കുകയും ഇവരെ യുദ്ധം ചെയ്ത് കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ശത്രുക്കൾ ഇവരുമായി യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിലും മുസ്ലിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും എങ്ങനെയും മഹാന്മാരെ വധിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞില്ല. അവസാനം അവർ ചതിപ്രയോഗം, അതായത് സിഹർ ചതിപ്രയോഗത്തിലൂടെ മഹാന്മാരെ